കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി ആകെ സങ്കടത്തിലായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ ഒരു പോലീസുകാരൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൾക്കത് താങ്ങാൻ പോലും പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ആ ഒരു കല്യാണമായതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഡിവോഴ്സ് ശരിയാവില്ല എന്നൊക്കെ അയാൾ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്ക് ശരിക്കും അങ്ങ് നെഞ്ചെടുപ്പ് കൂടി. നേരത്തെ തന്നെ ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഡിവോഴ്സ് കേസ് കൊടുക്കാൻ പറ്റാത്തതിന്റെ വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു അവൾ. എങ്ങനെയെങ്കിലും ആധാർ കാർഡ് സാന്ദ്ര വഴി ശരിയാക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത പാര പോലെ തന്നെ പോലീസുകാരന്റെ ആ ഒരു വിളി വരുന്നത്. നിധി ആകെ ടെൻഷൻ അടിച്ച് നേരെ സുധീഷിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ഈ സമയത്ത് സുധീഷാണെങ്കിൽ യാതൊരുവിധ കുലുക്കവുമില്ലാതെ മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് നല്ല ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നിധി ചെന്നിട്ട് സുധീഷിനെ വിളിച്ചു. എന്താ നിധി എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അവൾ വിക്കി പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ സുധീഷ് ചോദിച്ചപ്പോൾ നിധിയുടെ മുഖമൊക്കെ അങ്ങ് സങ്കടം കൊണ്ട് വിറക്കാണ്. അതെ സുധീഷെ, ഇപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്ത്, പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എന്നിട്ട് എന്തായിരുന്നു സുധീഷ് യാതൊരുവിധ ഭാവഭേദവുമില്ലാതെ ചോദിച്ചു. ഡിവോഴ്സ് അപ്ലൈ ചെയ്യാൻ പോയ കാര്യമൊക്കെ അവർ ചോദിച്ചു എന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമായതുകൊണ്ട് തന്നെ ഡിവോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നും അവർ പറഞ്ഞുവെന്ന് നിധി സങ്കടത്തോടു കൂടി തന്നെ സുധീഷിനോട് വിവരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവൾ ആകെ തകർന്നുകൊണ്ട് ചോദിക്കണേ. അന്നേരം സുധീഷ് അവിടെ ഭയങ്കര അഭിനയം അങ്ങ് കാഴ്ചവെക്കായിരിക്കും. എന്നെ അവരും വിളിച്ചിട്ട് കുറെ അങ്ങ് ചീത്ത പറഞ്ഞു എന്നൊക്കെ സുധീഷ് അങ്ങ് തട്ടിവിടും. നിധി ഒരു പെണ്ണായതുകൊണ്ട് നിധിയോട് അധികം ഒന്നും തന്നെ അയാൾ പറഞ്ഞു കാണില്ല. പക്ഷേ എന്നോട് അങ്ങനെയൊന്നല്ല പെരുമാറിയത് എന്ന് സുധീഷ് അങ്ങ് കാച്ചി. നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ടില്ലേ, അവിടെ വെച്ചല്ലേ, പോലീസ് സ്റ്റേഷൻ വെച്ചല്ലേ നമ്മൾ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇനി ഡിവോഴ്സ് നടന്ന നീ അകത്തേക്ക് പോയി കിടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് പേടിപ്പിച്ച് നിൽക്കുകയാണ്, സുധീഷ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധിക്ക് ആകെ കൂടി ആദിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവൾ വീണ്ടും ചോദിച്ചു. നോക്കാം, അത്ര പെട്ടെന്ന് ഡിവോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് സുധീഷ് പറയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ മുൻകൈയെടുത്ത് നടത്തിയ കല്യാണമല്ലേ, അപ്പോൾ അതിൻ്റെ നൂലാമാലകളൊക്കെ ഉണ്ടാകുമെന്ന് അവൻ പറയും. ഇവർ തമ്മിലുള്ള ഈ ഒരു സംസാരമെല്ലാം തന്നെ ദൂരെ മാറി നിന്ന് ഹരീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ വലിയൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഹരീഷിന് മനസ്സിലായി. അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണ് സുധീഷെ, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ സുധീഷ് വിട്ടുകൊടുത്തില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ അത് മാറ്റി തരുമോ എന്നങ്ങ് തിരിച്ചു ചോദിച്ചു. ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമാണ്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് സുധീഷ് കടുപ്പിച്ചു പറഞ്ഞു. ഓ, അവൻ്റെയൊക്കെ ഒരു ജാട എന്നും പറഞ്ഞ് പിറുപിരുത്തുകൊണ്ട് തന്നെ ഹരീഷ് അവിടെ നിന്നും പോയി. നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്കിതിനൊരു പരിഹാരമുണ്ടാക്കാമെന്ന് സുധീഷ് നിധിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിധി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുധീഷിന്റെ മുഖത്ത് വലിയൊരു ആശ്വാസവും സന്തോഷവുമായിരുന്നു. ഹാവു, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അവളെ അങ്ങോട്ടേക്ക് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ അത് തന്നെ ചിന്തിച്ചു നിൽക്കുകയാണ്. ഇത് ഇത്ര കാലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് സുധീഷ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടിൽ ഭാസ്കരൻ പത്രമൊക്കെ വായിച്ച് നല്ല മൂഡിലിരിക്കുകയായിരുന്നു. ആ സമയത്തിന് ഗംഗാധരൻ അങ്ങോട്ടേക്ക് വരും. ഭാസ്കരന്റെ ചേട്ടനിലെ ഗംഗാധരൻ. അയാൾ വന്നിട്ട് ഇങ്ങനെ മുക്കി മുരണ്ട് ശബ്ദമുണ്ടാക്കാൻ നോക്കുന്ന സമയത്തിന് ഭാസ്കരൻ ശ്രദ്ധിക്കാൻ നോക്കി. പക്ഷേ ഭാസ്കരൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, നിനക്കെന്താടാ വല്ല കേൾവിക്കുറവുണ്ടോ എന്ന്. അപ്പോഴാണ് ഭാസ്കരൻ പത്രത്തിൽ നിന്നും തല പൊക്കിയത്. ഹോ, നിങ്ങളായിരുന്നോ, എന്താ ഇങ്ങോട്ടേക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. നിനക്കെന്നെ കണ്ടിട്ട് യാതൊരു മൈൻഡുമില്ലേ എന്ന് ഗംഗാധരൻ ചോദിച്ചപ്പോൾ എന്തിനാ ഇപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് എന്നൊക്കെ ഭാസ്കരൻ തിരിച്ചു ചോദിച്ചിട്ട് അവിടെ നിന്നും അങ്ങ് എഴുന്നേറ്റു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ഗംഗാധരൻ പറഞ്ഞപ്പോഴേക്കും സുഭാഷും സുധീഷും നിധിയൊക്കെ അകത്തു നിന്നും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സുധീഷ് ഉടനെ തന്നെ ചോദിച്ചു, നിങ്ങൾക്കിവിടെ എന്താ സംസാരിക്കാനുള്ളത്? അടുത്ത കേസും കൂട്ടവുമാറ്റി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുവാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ഭാസ്കരൻ ഇടക്ക് കയറി പറഞ്ഞു, ഒരിടത്ത് പോയി നാണം കെട്ട് വന്നതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്തതിന് വന്നതാണോ എന്ന്. അത് കേട്ടപ്പോൾ ഗംഗാധരന് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. നീ ഒന്നും കൂടുതൽ കളിക്കണ്ട, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനൊക്കെ അറിയാമെന്ന് അയാൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഹരീഷ് കൊടുത്ത പരാതി പോരെ, ഇനി നിങ്ങൾ കൊടുത്ത പരാതിക്ക് ഞങ്ങൾ പേടിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അവർ തിരിച്ചു ചോദിച്ചു. കേസിന് മറുകേസ് കൊടുക്കാൻ ഞങ്ങൾക്കും അറിയാം. ഇത്രയും നാളും ഒന്നും മിണ്ടാതിരുന്നു എന്ന് കരുതിയിട്ട് ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് സുധീഷ് ആഞ്ഞു പറഞ്ഞു. ആ സമയം ഗംഗാധരൻ പറയുന്നത്, ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞേക്കാം, എൻ്റെ പെങ്ങൾ ലളിതയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു എന്ന്. ഇനി ആ പരിസരത്തേക്ക് നിങ്ങൾ ഒന്നിനെയും കണ്ടുപോകരുത് എന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പുച്ഛത്തോടെ ചോദിച്ചു, ആഹാ, കല്യാണം ഉറപ്പിച്ചോ? അത് നല്ല കാര്യമാണല്ലോ എന്ന്. ഭാസ്കരൻ ചോദിക്കുന്നത്, കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടാണോ നീ വന്നത് എന്നാണ്. കല്യാണം വിളിക്കാൻ പോയിട്ട് ആ പരിസരത്തേക്ക് പോലും നിങ്ങളെ ഒന്നിനെയും കണ്ടുപോകരുത് എന്ന് ഗംഗാധരൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, പരിസരത്തേക്ക് വരുന്നൊന്നുമില്ല, പക്ഷേ കല്യാണ പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ചിലപ്പോൾ പെണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുമെന്ന് പറയും. അതൊക്കെ എനിക്കറിയാം, നീ അതിൽ തലയിടണ്ട എന്ന് ഗംഗാധരൻ പറഞ്ഞു.
കുഞ്ഞുനാൾ മുതൽ ഞാൻ നോക്കി വളർത്തുന്ന കുട്ടിയാണ്. അവളെ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചു വിടണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അയാൾ വികാരഭരിതനായി പറഞ്ഞു. സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ വരുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്ന് ആരും പ്രശ്നമുണ്ടാക്കാതിരുന്നാ മതിയെന്ന് പറയും. സുധീഷ് ഉടനെ തന്നെ സുഭാഷിനോട് ചോദിച്ചു, എന്തിനാ ചേട്ടാ ഇവരോട് ഇത്രമാത്രം താഴ്മയായിട്ടൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ ആരുടെയും അടിമയൊന്നുമല്ലല്ലോ എന്ന് പറയും. ഭാസ്കരൻ പറയുന്നുണ്ട്, അതെ അതെ ആങ്ങളല്ലേ, പോയി പെങ്ങളുടെ മോളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്താൻ നോക്ക്, അല്ലാതെ ഇവിടെ വന്ന് ഈ വർത്താനൊന്നും പറയണ്ട എന്ന് പറയും. ഗംഗാധരൻ ഭീഷണി മുഴക്കി, ഇനി അവിടെ വന്ന് വല്ല കുരുട്ടും കാണിച്ച 2 കാലും ഞാൻ തല്ലി ഒടിക്കും, കാല് വെട്ടി തുണ്ടം തുണ്ടമാക്കുമെന്നൊക്കെ പറയും. ഭാസ്കരൻ അന്നേരം ചാടി എഴുന്നേറ്റുകൊണ്ട് തന്നെ പറഞ്ഞു, നിനക്ക് അത്ര ധൈര്യമുണ്ടോടാ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റൂ, പക്ഷേ ഞാൻ അതൊക്കെ ചെയ്തു കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് വെല്ലുവിളിച്ചു. നിനക്ക് കോടതിയും ജയിലിലൊക്കെ പേടിയായിരിക്കും ഗംഗാധര, പക്ഷേ എനിക്കതൊന്നും ഒരു പുത്തിരിയല്ല. ജയിലിൽ പോയി വരാനൊന്നും എനിക്ക് യാതൊരു മടിയുമില്ല എന്നൊക്കെ പറഞ്ഞ അയാൾ അങ്ങ് ആഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ എങ്ങനെ കുരക്കാതെ വേഗം ഇവിടെ നിന്നും പോവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ പറഞ്ഞ് അവരെ അങ്ങ് ആട്ടി ഓടിച്ചു. സുധീഷ് കൂട്ടിച്ചേർത്തു, ആദ്യം നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇതൊക്കെ കേട്ട് ആകെ നാണം കെട്ടുകൊണ്ടായിരിക്കും ഗംഗാധരൻ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് നിധിയും നികേഷും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് ആലിന്റെ ചുവട്ടിലിരുന്ന് അവർ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നികേഷ് കൂടെയുണ്ട്. ആ സമയത്തിന് സുനന്ദ അങ്ങോട്ടേക്ക് വന്നു. സുനന്ദ വരുന്നത് കണ്ടപ്പോൾ നിധി നികേഷിനോട് ചോദിച്ചു, അല്ല നികേഷെ, നിങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് മിണ്ടാറില്ലേ എന്ന്. അതായത് സുനന്ദയുടെ വീട്ടുകാരും നികേഷിന്റെ വീട്ടുകാരും തമ്മിലുള്ള കാര്യമാണ് ചോദിച്ചത്. നികേഷ് പറഞ്ഞു, അത് കുറെ കാലമായി ചേച്ചി, ഞാൻ ജനിച്ചതു മുതൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്റെ അമ്മയെ അച്ഛൻ കൊന്നിട്ട് ജയിലിൽ പോയത് കൊണ്ട് തന്നെ അതിനുശേഷമാണ് അവർ ഇങ്ങനെയായത്. സുനന്ദ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും അത് ആർക്കും തന്നെ ഇഷ്ടമല്ല. സുഭാഷേട്ടൻ മാത്രമാണ് അവളോട് നന്നായിട്ട് പെരുമാറുന്നത്. അവൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ അമ്മ അവളെ അങ്ങ് തല്ലും, എങ്കിലും അവൾ വീണ്ടും വരും. സുനന്ദക്ക് സുഭാഷേട്ടനെ അത്രമാത്രം ഇഷ്ടമാണ് എന്ന് നികേഷ് വിവരിച്ചു. ആരും കാണാതെ അവൾ ആ വീട്ടിലേക്ക് ഓടി വരുമായിരുന്നു. ഇതെല്ലാം കേട്ട് നിധി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, സുനന്ദക്ക് അത്രമാത്രം ഇഷ്ടമാണല്ലേ സുഭാഷേട്ടനെ? പക്ഷേ സുനന്ദയും സുഭാഷേട്ടനും ഒന്നിക്കാനൊന്നും പോകുന്നില്ല. വീട്ടുകാർ അതിന് സമ്മതിക്കില്ല എന്ന് നിധി സങ്കടത്തോടെ പറഞ്ഞു. ആ സമയത്താണ് സുനന്ദ അവരുടെ അടുത്തേക്ക് സംസാരമെല്ലാം കേട്ടുകൊണ്ട് വരുന്നത്. ഞാൻ വീണ്ടും ശല്യമായിട്ട് വന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും നിധിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് സുനന്ദ പറഞ്ഞു. നികേഷ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കും. അപ്പുറത്ത് നിന്റെ വീട്ടുകാർ ആരെങ്കിലും ഒളിഞ്ഞു നിന്ന് അത് കാണും, പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് പരാതി കൊടുക്കും. ഇതല്ലേ നിങ്ങളുടെ പരിപാടിയെന്ന്. സുനന്ദ പറയുന്നത്, അങ്ങനെയൊന്നും പറയില്ലേ നികേഷേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വീട്ടുകാർ ചെയ്യുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒടുവിൽ നിധി പറഞ്ഞു, നികേഷേ, നീ ഒന്നുകൂടി പോയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്ക്. എക്സാം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്ക്. ഞങ്ങൾ ഏതായാലും ഒന്നും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഓ ഏട്ടത്തിയമ്മ എന്നെ ഒഴിവാക്കാണല്ലേ എന്ന് തമാശ രൂപേണ ചോദിച്ചുകൊണ്ട് തന്നെ നികേഷ് അവിടെ നിന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. സുനന്ദ അവിടെ ഇരുന്ന് തന്റെ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി നിധിയോട് പറഞ്ഞു തുടങ്ങി. നിധിക്കറിയാലോ, എന്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു വശത്ത് വീട്ടുകാരെ, മറുവശത്ത് സുഭാഷേട്ടനെ തിരഞ്ഞെടുത്താൽ വീട്ടുകാരെ നഷ്ടമാവും. നിധിയുടെ അത്ര ധൈര്യം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്നേനെ. പക്ഷേ എനിക്കതിനുള്ള കരുത്തില്ല. പക്ഷേ ഈ കല്യാണം ഉറപ്പിച്ച അന്നു മുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീറുകയാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് എൻ്റെ സുഭാഷേട്ടൻ മാത്രമായിരിക്കും. കുഞ്ഞുനാൾ മുതൽ ഭാസ്കരൻ അങ്കിളൊക്കെ എന്നെ ചീത്ത പറയുമ്പോൾ സുഭാഷേട്ടൻ മാത്രമാണ് എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. സുഭാഷേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സുഭാഷേട്ടനില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണ്. വേറെ കല്യാണം നടന്ന എൻ്റെ ജീവിതം എന്താകുമെന്ന് പോലും എനിക്കറിയില്ല. സുനന്ദ കരഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ സങ്കടങ്ങൾ നിധിയോട് പറഞ്ഞു. നിധിക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. സുനന്ദ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. സ്വന്തം വീട്ടുകാർക്കും സുഭാഷിനും ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന സുനന്ദയുടെ വേദന നിധിക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. സുഭാഷിന്റെ ഉള്ളിൽ സുനന്ദയോട് ഇഷ്ടമുണ്ടെങ്കിലും അത് അയാൾ പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ സുധീഷ് ആ ഒരു പോലീസുകാരനെ കാണാൻ ചെല്ലുകയാണ്. നിധി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ സന്തോഷം പങ്കിടാനാണ് ചെല്ലുന്നത്. സുധീഷ് അയാളെ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല സാറേ എന്ന് സുധീഷ് മറുപടി പറഞ്ഞു. സാർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്ന് സുധീഷ് നന്ദിയോടെ തന്നെ പറയാണ്. ഇപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് അവൾ മിണ്ടുന്നില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അവൾ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പോലീസുകാരൻ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം സുധീഷ് അയാൾക്ക് ഒരു ഫോണ് സമ്മാനമായി കൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞുവെങ്കിലും സ്നേഹത്തോടെ തരുന്നത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ അതങ്ങ് വാങ്ങിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത് എന്ന് അയാൾ സുധീഷിന് വാഗ്ദാനം നൽകി. നിധി വിളിച്ചപ്പോൾ സുധീഷിനെ കുറിച്ച് വല്ല കുറ്റവും പറയുമെന്ന് അയാൾ കരുതിയെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല എന്ന് അയാൾ വെളിപ്പെടുത്തി.
സുധീഷ് പറയുന്നുണ്ട്, ഞാൻ അവളെ പൊന്നു പോലെയാണ് നോക്കുന്നത് സാറേ. ഇത് കേട്ടിട്ട് അയാൾക്കും സന്തോഷമായി. സ്നേഹിക്കുന്നവർ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് അയാൾ ഉപദേശിച്ചു. സുധീഷ് സന്തോഷത്തോടു കൂടെ തന്നെ വീട്ടിലേക്ക് പോയി. ആ സമയം നിധിയും നികേഷും കൂടെ ചെസ് കളിക്കുകയായിരുന്നു. ആദ്യ റൗണ്ടിൽ നിധി നികേഷിനെ തോൽപ്പിച്ചു. ചേച്ചി ഇതിൽ എക്സ്പേർട്ട് ആണോ എന്ന് നികേഷ് ചോദിച്ചപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് ഞാനും സാന്ദ്രേച്ചിയും കൂടി കുറെ നേരം കളിക്കുമായിരുന്നു എന്ന് നിധി മറുപടി പറഞ്ഞു. ഇത്തവണ ഞാൻ തോൽപ്പിക്കുമെന്ന് നികേഷ് വെല്ലുവിളിച്ചു. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. സുഭാഷിന്റെ മുഖം കണ്ടപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്ന്. ഭയങ്കര തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവിടെ അങ്ങിരുന്നു. നിധി വേഗം പോയി അയാൾക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. എന്തിനാ ബുദ്ധിമുട്ടുന്നത് എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയാണ് സുഭാഷ്. ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ചൂട് സമയമായതുകൊണ്ട് തന്നെ നന്നായി വെള്ളം കുടിക്കണമെന്ന് നികേഷ് ഓർമ്മിപ്പിച്ചു. ഞാൻ പോയി ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയാണ് സുഭാഷ്. കോഫിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് അയാൾ മറുപടി നൽകി. സുഭാഷേട്ടൻ ഞാൻ ഉണ്ടാക്കുന്നത് കുടിക്കാൻ മടിയാണോ എന്ന് തമാശയായി ചോദിച്ചുകൊണ്ട് തന്നെ നിധി കോഫി ഉണ്ടാക്കാൻ അവിടെ നിന്നും പോവാണ്. അങ്ങനെ അവൾ 3 പേർക്കും കൂടി കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് സുഭാഷ് കുടിക്കുന്ന സമയത്തിന് നിധി അയാളുടെ മുഖത്തേക്ക് നോക്കി. സുനന്ദയുടെ കല്യാണ കാര്യം അറിഞ്ഞതു മുതൽ അയാൾക്ക് നല്ല ടെൻഷനുണ്ട് എന്ന കാര്യം നിധിക്ക് മനസ്സിലായിരുന്നു. സത്യം പറയണേ സുഭാഷേട്ടാ, സുനന്ദയുടെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ട് വിഷമമുണ്ടോ എന്ന് നിധി ചോദിച്ചപ്പോൾ സുഭാഷ് ആകെ അന്തം വിട്ട് നിധിയെ തന്നെ നോക്കി നിൽക്കുമായിരിക്കും. നിധിയുടെ ചോദ്യം കേട്ട് സുഭാഷ് ഒരു നിമിഷം അങ്ങ് തരിച്ചുപോയി. കയ്യിലിരുന്ന കോഫി കപ്പിലെ ആവിയിലേക്കും നോക്കി അയാൾ മൗനമായിരുന്നു. പുറത്ത് സന്ധ്യ മയങ്ങുന്ന നേരത്ത് ആലിന്റെ ചുവട്ടിൽ സുനന്ദ അനുഭവിച്ച അതേ നീറ്റൽ ഇപ്പോൾ സുഭാഷിന്റെ കണ്ണിലും നിധിക്ക് കാണുന്നുണ്ടായിരുന്നു. സുഭാഷ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് സിറ്റൗട്ടിന്റെ തൂണിലങ്ങ് ചാരി നിന്നു. സുനന്ദയുടെ കല്യാണം എന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ ഒരു അധ്യായം എന്നേക്കുമായി അടയുന്നതിന്റെ സൂചനയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. നിധി പതുക്കെ അയാളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, സുഭാഷേട്ടാ, ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഒരു വിങ്ങലായി കൂടെ ഉണ്ടാവും. സുനന്ദയ്ക്ക് ഇപ്പോഴും നിങ്ങളെയാണ് ഇഷ്ടം. അവളുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുകയാണ്. സുഭാഷ് പതുക്കെ പറഞ്ഞു, നിധി, എല്ലാം എനിക്കറിയാം. പക്ഷേ എന്റെ സാഹചര്യം നീ കാണുന്നില്ലേ? എന്റെ അച്ഛനും അവളുടെ വീട്ടുകാരും തമ്മിലുള്ള പകക്ക് നടുവിൽ ഞാൻ എങ്ങനെ അവളെ ചേർത്ത് പിടിക്കും? അവളുടെ ജീവിതം തകർക്കാനൊന്നും എനിക്ക് വയ്യ. ഇതേ സമയം പോലീസുകാരനെ കയ്യിലെടുത്ത് സുധീഷ് പുതിയൊരു ചതിക്കുഴി ഒരുക്കുന്നുണ്ടായിരുന്നു. നിധി ഡിവോഴ്സ് കേസിൽ നിന്നും പിന്മാറില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവളെ മാനസികമായി തളർത്താൻ അവൾ തീരുമാനിച്ചു. ഗംഗാധരനുമായി രഹസ്യമായി കൈകോർത്തു സുഭാഷിനെയും സുനന്ദയെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുത്തി നാണം കെടുത്താനും അതുവഴി നിധിയുടെ കുടുംബത്തിന്റെ സൽപ്പേരില്ലാതാക്കാനും സുധീഷ് പദ്ധതിയിട്ടു. അവൾക്ക് ഡിവോഴ്സ് വേണമല്ലേ, എന്നാൽ അവൾ ഈ നാട്ടിൽ തലയുയർത്തി നടക്കില്ല. സുധീഷ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഹരീഷിനോട് പറഞ്ഞു. അടുത്ത ദിവസം സുനന്ദയെ വീണ്ടും പെണ്ണ് കാണാൻ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കെ അവൾ അവസാനമായി സുഭാഷിനെ കാണാൻ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ആ ഒരു പഴയ കാവിലേക്ക് എത്താൻ സന്ദേശം അയച്ചു. ഇതറിഞ്ഞ സുധീഷ് പോലീസുകാരെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്താൻ തന്നെ പ്ലാൻ ചെയ്തു. എന്നാൽ നികേഷിന്റെ സമയോചിതമായ ഇടപെടൽ കഥ മാറ്റിമറിച്ചു. സുധീഷിന്റെ ഫോൺ സംഭാഷണം കേൾക്കാനിടയായ നികേഷ് ഉടനെ തന്നെ ഈ വിവരം നിധിയെ അറിയിച്ചിരുന്നു. നിധി ഒട്ടും വൈകാതെ സുഭാഷിനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ സുനന്ദയെ കാണാൻ പോയി കഴിഞ്ഞിരുന്നു. കാവിലെ മരച്ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുനന്ദയെ കണ്ട് സുഭാഷ് അലിഞ്ഞുപോയി. നമുക്കിവിടെ നിന്നും എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോവാം സുഭാഷേട്ടാ എന്ന് സുനന്ദ പറഞ്ഞു കരഞ്ഞപ്പോൾ സുഭാഷ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് പോലീസുമായി സുധീഷ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. കണ്ടോ സാറേ, എന്റെ ചേട്ടന്റെ കുടുംബം തകർക്കാൻ നോക്കുന്ന പെണ്ണാണിത്, സുധീഷ് ആക്രോശിച്ചു. എന്നാൽ അവിടെ നിധി എത്തിയത് ഒരു വലിയ തെളിവുമായിട്ടായിരുന്നു. പോലീസുകാരൻ സുധീഷിന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കുന്നതും ഫോൺ സമ്മാനമായി വാങ്ങുന്നതുമായ വീഡിയോ നിധി തന്റെ ഫോണിൽ പകർത്തിയിരുന്നു. പോലീസുകാരൻ ആകെ പതറിപ്പോയി. നിധി പറഞ്ഞു, സുധീഷെ, ഈ കളി ഇവിടെ കൊണ്ട് തീർന്നു. സുഭാഷേട്ടനും സുനന്ദയും ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്റെയും ഈ പോലീസുകാരന്റെയും തൊപ്പി തെറിപ്പിക്കും. നിധിയുടെ ധൈര്യത്തിനു മുന്നിൽ സുധീഷ് ആകെ വിറച്ചുപോയി. ഗംഗാധരനും സംഘവും എത്തിയെങ്കിലും നിധിയുടെ കയ്യിലുള്ള തെളിവുകൾ അവരെ അങ്ങ് നിശബ്ദരാക്കി. സുഭാഷ് ആദ്യമായി തന്നെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇവൾ എന്റെ കൂടെ വരും, ആർക്കും ഇനി തടയാൻ പറ്റില്ല എന്ന് പറയും. ഭാസ്കരൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്ന് മാത്രമല്ല തന്റെ മകന്റെ ആ ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ കഥ ശുഭകരമായ ഒരു പുതിയ ദിശയിലേക്കാണ് തിരിയുന്നത്. നിധി തന്റെ ജീവിതത്തിലെ പുതിയ പോരാട്ടത്തിനായി കരുത്ത് നേടുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.